Ladies and gentlemen, youth, what a beautiful movie. വളരെ സിമ്പിൾ, വളരെ ഹമ്പിൾ, വെരി നൈസ്, വെരി ഇമോഷണൽ. എനിക്ക് സുരാജേട്ടൻ്റെ ഒരു സീനുണ്ട് കേട്ടോ ഈ സിനിമയിലെ ക്ലൈമാക്സ്. ഈ മനുഷ്യനെ കരയിപ്പിച്ച് കൊല്ലൂടെ. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് മെഴുവി. അത് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യും. ബിക്കോസ് എൻ്റെ പേഴ്സണൽ കാര്യം. ബിക്കോസ് ഐ റിയലി വിഷ് ഫാദർ ഫിഗർ അങ്ങനെയൊക്കെ നമ്മളടുത്തും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ യു ഫീൽ വെരി ഇമോഷണലി ഡൗൺ. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഇറ്റ് വാസ് എനിക്ക് ആ സീൻ ഭയങ്കരമായിട്ട് എന്നെ ഡീപ്ലി കണക്ട് ചെയ്ത് കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് കൊല ഫണ്ണാണ്. അതായത് ഒരു സ്കൂൾ ലൈഫ് ആണ് കാണിക്കുന്നത്. 10ാം ക്ലാസ്സും +2 +1. അപ്പോൾ ആ ഒരു സ്കൂൾ ലൈഫിൽ ഒരു പയ്യൻ്റെ, പ്രവീൺ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ പ്രണയവും കൺഫ്യൂഷൻസും പഠിക്കാത്ത പരിപാടികളും ഫാമിലി, അവൻ്റെ ഫാമിലി രീതിയിലുള്ള പെർസ്പെക്റ്റീവുകളും ഭയങ്കര രസമായിട്ടുള്ളൊരു സിനിമ. ഇറ്റ്സ് സോ നൈസ്. ഇറ്റ്സ് സോ എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ്, റിഫ്രഷ് ചെയ്യുന്ന പടം. ആൻഡ് ഇത് നമ്മുടെ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഇപ്പം ഡ്രാഗണൊക്കെ ഇല്ലേ, നമ്മുടെ ഡ്രാഗണൊക്കെ പോലത്തെ എക്സാക്ട്ലി ദ സെയിം പേസിങ്ങും ഒരു പരിപാടികളൊക്കെ തന്നെയാണ്. എന്നാൽ ദിസ് ഫോർമുല വർക്ക്സ് ഇഫ് ഇറ്റ്സ് നമ്മളെ ഹുക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ നമുക്ക് റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ ദിസ് മൂവി വർക്ക്സ്. ഇതിൽ നമ്മൾ സ്കൂൾ ലൈഫിൽ കാണിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പയ്യനും ചെയ്തുകൊണ്ടൊക്കെ പോകണം. അപ്പം നമുക്കത് ഫീലാവും. ഈ സിനിമയിൽ വേറൊരു സാധനമുണ്ട്, അത് നമ്മുടെ സ്കൂൾ ലൈഫിൽ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് മറ്റേ പ്രണയമാണ്. നമ്മളെയൊക്കെ അവിടെ പ്രണയം എന്നൊക്കെ ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലിങ് എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ. പണ്ട് ഈ ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ക്രഷൊക്കെ അടിക്കാറുണ്ട്. അല്ലാതെ തുറന്നു പോയിട്ട് എനിക്ക് നിന്നെ പ്രണയമാണ് എന്നൊന്നും പറയണ ആ ഒരു കാലഘട്ടം എനിക്കില്ല. പക്ഷേ ചിലവർക്ക് കാണും. അപ്പോൾ അവർക്കിത് കുറച്ചും കൂടെ ഒക്കെ കണക്റ്റ് ആവും. ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ചുണ്ട്, 9 ഊട്ടാൻ വിറ്റ അത്. പക്ഷെ ആ ഒരു സാധനം വേറെ ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പരിപാടിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഞാൻ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവരത് പോവാതെ ദേ ടുക്ക് വേറെ ഒരു റൂട്ട്. ആൻഡ് that was also very nice. Then സിനിമ ഒരു ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ ആകുമ്പോൾ കുറച്ചൊന്നൊരു സീരിയസ് നോട്ടിലോട്ട് കയറുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ വെരി ജസ്റ്റിഫയബിൾ ആൻഡ് വിച്ച് കൈൻഡ് ഓഫ് അഗെയിൻ കണക്റ്റഡ് വിത്ത് മീ ആസ് എൻ ഓഡിയൻ. വെരി ബ്യൂട്ടിഫുൾ മൂവി. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ GVP ആണ്. ആടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് അണ്ണായി. വേറെ ലെവലിൽ ആടിച്ച് അങ്ങനെ കയ്യിൽ ഇങ്ങനത്തെ സാധനം കിട്ടിയാണ്. അങ്ങനെ വേറൊരു ലെവലിലോട്ട് സിനിമയെ കയറ്റും. മനസ്സിലായല്ലേ? കെൻ കരുനാസ് എന്ന് പറഞ്ഞ പയ്യനാണ് ഡയറക്ഷൻ, റൈറ്റിംഗ്, ആക്ടിങ് 3 ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മെയിൻ ലീഡ് ഇതിൻ്റെ ഡയറക്ടർ റൈറ്ററും തന്നെയാണ്. പിന്നെ അനീഷ്മ അനിൽകുമാർ, നമ്മുടെ മലയാളത്തിലുള്ള ഒരു പെങ്കൊച്ചാട്ടോ അത്. ദേവദർശിനി ചേതൻ, സുരാജേട്ടൻ സൂപ്പർ, പ്രിയൻഷി യാദവ്, ഒരുപാട് പേരുണ്ട്. മീനാക്ഷി, ദിനേശ്, അങ്ങനെ ഇതിപ്പോൾ ഞാൻ IMDb നോക്കി വായിക്കണതാണ്. GVP ആണ് കമ്പോസർ, വിക്കിയാണ് സിനിമാറ്റോഗ്രഫി. വെരി നൈസ്. സിനിമയ്ക്ക് എന്താണോ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്ററാണ് നാഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ട. ഇങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ആർട്ട്, അതായത് സ്കൂളിലെ പരിപാടികൾ, സ്കൂളിലെ ആംബിയൻസ്, യൂണിഫോം, മറ്റേ ആനുവൽ ഡേ ഫങ്ഷൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതേ സാധനം അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെയാണ് ഈ പടത്തിലും ഉള്ളത്. സോ വളരെ ഷോബി മാസ്റ്ററാണ് കോറിയോഗ്രഫി. എനിക്ക് തോന്നുന്നു ഈ പയ്യൻ ചിമ്പുവിൻ്റെ ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നു. ഈ കെൻ കരുനാസ് എന്ന് പറഞ്ഞ പയ്യൻ, അവൻ മന്മഥൻ്റെ പാട്ടൊക്കെ ഇതിൽ സൂപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ആ സീന്. അപ്പോൾ പയ്യൻ ഭയങ്കര ഒരു ചിമ്പു ഫാനാണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ആൻഡ് ഇറ്റ്സ് എ വെരി എന്താ പറയുക, നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞാൻ ഇങ്ങനെ രസമായിട്ടിരുന്ന് കണ്ട് ഭയങ്കര നൈസ് പടം. അതിൽ ക്ലൈമാക്സിൽ ഈ സുരാജേട്ടൻ്റെയൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ആ ക്ലൈമാക്സ് നിങ്ങൾ മറ്റേ ഈ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇറങ്ങി പോവരുത്. അതിലൊരു മുട്ടൻ കോമഡി സാധനമുണ്ട്. അതായത് ഇതിലൊരു ഇൻ്റർവെല്ലിൻ്റെ ഒരു റീസൺ ഉണ്ട്. അത് ഏറ്റവും അവസാനത്തെ ഷോട്ടിലാണ് അത് പറയണത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ആൻഡ് റിയലി ലൈക്ക് ദ മൂവി. ഇറ്റ്സ് എ വെരി സിമ്പിൾ പടം. ബട്ട് ലൈക്ക് ഐ സെഡ്, ഡ്രാഗണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഡെഫിനറ്റ്ലി ഈ പടവും വർക്കാവാൻ ചാൻസ് ഉണ്ട്. എനിക്കെന്തായാലും ഇനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് യൂത്ത് എന്ന് പറഞ്ഞ പടം. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അന്നോൻ പോകുന്നു.
പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ളിടത്തൊക്കെ ഒരുപാട് പേര് തൊഴിലാളികൾ വന്നെന്നെ കമൻ്റ് അടിക്കുന്നുണ്ട്. ഒന്ന് അവരുടെ പറയാനുള്ളത് നിങ്ങളുടെ ജോലി അതാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു മനസ്സുഖം കിട്ടുകയാണെങ്കിൽ ലാലേട്ടൻ പറയുന്ന പോലെ മന്നേ നീ അത് ചെയ്തു മന്നേ, എനിക്കൊരു കുഴപ്പമില്ല മന്നേ, ഞാനിവിടെ എനിക്ക് പണിയുണ്ട്, പണി എനിക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് വീട്ടിൽ അരി മേടിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ കുട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു. കമൻ്റ് തൊഴിലാളികൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യിൻ, നിങ്ങളുടെ ജോലി അതാണ്, എനിക്ക് വേറെ പണിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാണ്ട് മാക് ബുക്ക് നിയോ ഇതാ അവിടെ ഇരിപ്പുണ്ട്, നത്തിങ് 4A പ്രോ അവിടെ ഇരിക്കുന്നു, OnePlus Nord 6 ഉണ്ട്, പോക്കോ X6 Pro ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ പട്ടപ്പട്ടയെന്ന് വീഡിയോ ഇടാനായിട്ട് ജോലി തിരക്കുണ്ട്. സോറി ഗൈസ്. സോ നിങ്ങളുടെ കമൻ്റ് ഇടുന്നവരിട്ടോളൂ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർത്തോളൂ, എൻജോയ് ചെയ്യൂ. സുഡാപ്പി സൈനിങ് ഓഫ്.